ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് നയനയെ തീറ്റുകയാണ്. കാരണം ഭക്ഷണങ്ങളെല്ലാം വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നയന പറയണം, വേണ്ട ആദർശമായിട്ട് എനിക്ക് മതിയെന്ന്, എന്തിനാ എന്നെ ഇങ്ങനെ തീറ്റിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ആഹാ നീ അങ്ങനെയൊക്കെ പറയും, പക്ഷേ അതെ അവിടെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിന്റെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ നല്ല വഴക്ക് പറയും. ഇനി അവരുടെ പഴിയും കൂടി കേൾക്കാൻ എനിക്ക് വയ്യനയനെ, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഈ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വാല് വെച്ച് കൊടുക്കുകയാണ് ഭക്ഷണമൊക്കെ. അപ്പോൾ അതാ വരുന്നു ആ നയനയുടെ അച്ഛൻ്റെ കോള്. അയ്യോ അച്ഛനാണല്ലോ വിളിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നയന ആ കോൾ എടുക്കുകയാണ്. എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും മോളെ നയന ആകെ പ്രശ്നമായില്ല മോളെ. എന്താച്ചാ അത് പിന്നെ മോളുടെ അമ്മ നവ്യയെ വിളിച്ചിട്ട് എല്ലാ സത്യങ്ങളും ഇപ്പം തന്നെ പറയുമെന്നും പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടപ്പുറത്തേക്ക് പോയിരിക്കുകയാണെന്നും പറയുകയാണ്. ഇത് കേട്ട നയന ആകെ ഞെട്ടിപ്പോണം. എന്താച്ചാ അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞു, ദൈവം അമ്മ അബദ്ധമാണല്ലോ കാണിച്ചത്, അമ്മ എന്തിനാ ഇപ്പം ആ സത്യങ്ങളെല്ലാം പറയാനായിട്ട് പുറപ്പെട്ടിറങ്ങിയത്, ഞങ്ങൾ കാര്യങ്ങളെല്ലാം അമ്മയോട് അവതരിപ്പിച്ചല്ലേ, പിന്നെ എന്തിനാണെന്നൊക്കെ ചോദിക്കണം. മോളെ ഞാനൊരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ അബി ആ ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോകുന്നത് കനകത്തിന് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. ആദ്യം അവനോടൊന്ന് ഒരു വാണിംഗ് ചെയ്തു, പക്ഷേ അവിടെ നവ്യ കയറി ഇടപെട്ടു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അബിയെ ജ്വല്ലറിയിൽ മാനേജറാക്കി ഞാൻ വിടുക തന്നെ ചെയ്യും, അവിടുത്തെ മോഡലാണല്ലോ ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തർക്കിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മയ്ക്ക് അത് സഹിച്ചില്ല. അമ്മയാണെങ്കിൽ നവിയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് കടപ്പുറത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സത്യങ്ങൾ മുഴുവനും തുറന്ന് പറയും മോളെ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, നീ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരി അച്ഛാ ഫോൺ വെച്ച് തരും, ഞാൻ ആ വഴിയൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ആദർശിനോട് കാര്യങ്ങളെല്ലാം പറയണം. ആദർശയുടെ ചതിച്ചല്ലോ ആദർശേട്ടാ, നവ്യേച്ചിയോട് അമ്മ സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. ഇനി എന്താവും ഏതാവും എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഞാൻ ഏതായാലും അമ്മയൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന നേരെ കനകത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. പക്ഷെ കനകം ഫോൺ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഗോവിന്ദൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കനകയുടെ ഫോൺ അവിടെ ഇരിക്കുന്ന കാണുന്നത്. റിങ് ചെയ്യുന്നുണ്ട്. ദൈവമേ, കനക ഫോൺ എടുക്കാതെയാണല്ലോ പോയത്. ഹലോ, അയ്യോ എന്താച്ചാ അമ്മ വന്നോ ഇത്ര പെട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, അവൾ ഫോൺ എടുത്തിട്ടില്ല, ഫോൺ എടുക്കാതെയാണ് പോയത്. ദൈവമേ, ഇതെന്തൊരു കഷ്ടം വെച്ചാ, ഇനി ഞാൻ അമ്മയെ എങ്ങനെ വിളിക്കും വെച്ചാ. മോളെ അവൾ അത്രയ്ക്കും മനസ്സ് നൊന്തട്ടാ, അത്രയ്ക്കും ഭയങ്കര വെപ്രാളം പിടിച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ എവിടെ പോയാലും ഫോൺ എടുക്കാതെ അവൾ പോകാറില്ല. ഇപ്പോൾ നവിയോട് സത്യം പറയണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ആദ്യം പിടിച്ചിട്ടാണ് അവൾ ഫോൺ എടുക്കാൻ പോലും മറന്ന് പോയത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ മോളെ. ശരി അച്ഛാ, ഞാൻ ഏതായാലും ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദർശയുടെ കണ്ടില്ല, അമ്മ ഫോൺ പോലും എടുത്തിട്ടില്ല. ഇനി അമ്മയെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? പക്ഷെ എനിക്കാകെ ആണെങ്കിൽ പേടിയും തോന്നുന്നു. അങ്ങനെ നയന നന്ദുവിനെ വിളിക്കുക. അപ്പം നന്ദു ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. ആ സമയത്ത് നയനേച്ചി എന്താ നയനേച്ചി വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും മോളെ നന്ദു, അതെ ഒരു പ്രശ്നമുണ്ട് മോളെ, നവ്യേച്ചിയെയും വിളിച്ചുകൊണ്ട് അമ്മ പോയിരിക്കുകയാണ് സത്യങ്ങൾ മുഴുവനും പറയാനായിട്ട്. സത്യങ്ങൾ മുഴുവനും പറയാനായിട്ടോ? അതെ, സത്യങ്ങൾ മുഴുവനും പറയാനായിട്ടാണ് പോയിരിക്കുന്നത്. മോളെ നീ ഒന്ന് അന്വേഷിക്കാവോ? ആദർശേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു ബീച്ചില്ലേ, അങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അയ്യോ നവ്യേച്ചി, നയനേച്ചി ഞാനിപ്പോൾ ഭയങ്കര തിരക്കിലാണ്, കമ്മീഷണർ ഓഫീസിലാണ് ഞാൻ ഇരിക്കുന്നത്, ഒരു മീറ്റിംഗ് ഉണ്ട്, അർജൻറ്റാണ് ചേച്ചി, എനിക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റില്ല. സാരമില്ല മോനെ, ഞാൻ ഏതായാലും പോയി അന്വേഷിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കോൾ വെക്കുകയാണ്. അപ്പോൾ നയനക്കാണെങ്കിൽ ആകെ വെപ്രാളം. ആദർശേട്ടാ നന്ദുവിന് പോലും പോയി അന്വേഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിട്ട് നിൽക്കുകയാണ്. നന്ദും തിരക്കിലാണ്, അതുകൊണ്ട് നമുക്കിനി ഒരു നിമിഷം പോലും ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, എത്രയും പെട്ടെന്ന് അവിടം വരെ എത്തണം എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് നയനയും കൂടി വണ്ടിയെടുക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യ നേരെ കനകത്തെ കാണാൻ വേണ്ടി മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ അമ്മ എന്തിനാ എന്നെ വിളിച്ചത്? എന്തിനെക്കുറിച്ച് പറയാനാണ് അമ്മ? ഞാനൊരു കാര്യം പറയാം. ആദർശിനെ നമ്മുടെ ഹബിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങളിപ്പോൾ മൂർത്തീസ് കമ്മിൽ ഒരു അംഗമാണെന്ന് പറയാൻ പോലും കഴിയില്ല. കാരണം അവരെല്ലാവരും ഞങ്ങളെ അവഗണിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനവും മാനവും തരാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് എന്തിനാണ് ഞാൻ അവരെയൊക്കെ പേടിക്കുന്നത്? ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഞങ്ങൾക്കൊരു വരുമാനം വേണ്ടേ? അതുകൊണ്ട് ഞാൻ ജ്വല്ലറിയിലെ
മോഡലാണ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടിട്ടാണ് എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി അവിടെ കിട്ടിയത്, മാനേജറായിട്ട്. അതിനൊക്കെ എന്തിനാണ് നിങ്ങളിങ്ങനെ കുശുമ്പ് വിചാരിക്കുന്നത്? അവിടെ മുത്തശ്ശൻ സമ്മതം മൂളി കഴിഞ്ഞു, പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അഭി ജോലിക്ക് പോയെന്ന് വിചാരിച്ച് അമ്മയ്ക്ക് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറയുന്ന മുഴുവനും കൈയും കെട്ടി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കനകം. പിന്നെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ വന്നതിൻ്റെ കാര്യം, അവിടെ ചിലവരൊക്കെ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. അഭിയാണെങ്കിൽ അവിടുത്തെ വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മായിയമ്മയും അതേപോലെ തന്നെ അവർ പറയുന്ന മുഴുവനും അനുസരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഏതായാലും ഇങ്ങോട്ട് വന്നത്. അമ്മ പറഞ്ഞല്ലോ ചില സത്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അല്ലാണ്ട് അഭിയുടെ കുറ്റം കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശരി, നീ ഇപ്പോൾ പറഞ്ഞല്ലോ നിൻ്റെ അമ്മായിയമ്മയെയും അതേപോലെ തന്നെ ഭർത്താവിനെയും അവിടെ അടിമ ജോലികൾ ചെയ്യിപ്പിക്കുകയാണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് നീ അവനോട് ചോദിച്ചില്ലേ? എന്നിട്ട് അവൻ എന്താണ് നിന്നോട് മറുപടി പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അവൻ പറഞ്ഞത് അവനിപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവിടെ അവർ പറയുന്ന അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവർ രണ്ടുപേരെയും അടിച്ച് പുറത്താക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ പറയുന്ന മുഴുവൻ അനുസരിച്ച് ജീവിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഓ അത് ശരി, അവൻ നിന്നോട് അങ്ങനെയാ പറഞ്ഞത് അല്ലേ മോളെ? അതെ, എന്നോട് അങ്ങനെ പറഞ്ഞു. എങ്കിലേ അതൊന്നും അല്ല സത്യം. നീ കേട്ടോ എന്താ സത്യം എന്ന് പറ. എന്താണ് സത്യം? അത് കേൾക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഞാൻ വന്നത്, അതറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അമ്മയുടെ മുന്നിൽ വന്നത്. അമ്മ പറയാം, ഞാൻ സത്യങ്ങൾ മുഴുവനും പറയാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം സത്യം പറയാനായിട്ട് ഇങ്ങനെ ഒരുങ്ങാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയെയും അതേപോലെ തന്നെ ജലജയാണ്. അപ്പോൾ ജലജയ്ക്ക് ഇവർ കണ്ടിരിക്കും ഭയങ്കര ടെൻഷൻ തോന്നിക്കണത്. ഇനി എന്ത് ചെയ്യും? എടോ സത്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവോ? പറഞ്ഞെങ്കിൽ ആകെ പണി പാളുമല്ലോ. ഒരു കണക്കിനാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിത് എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതേപോലൊരു അമ്മയുണ്ടോ? ഇവളോട് സത്യം പറയണത് എന്തിനാണ്? അവൾ എന്തൊക്കെയാണ് സംഭവിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് അവർക്ക് വരെ നന്നായിട്ട് അറിയാം. എന്നിട്ട് ഇവരെന്തിനാണ് സത്യം പറയാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് ഒരുങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ ദേവയാനി വരുന്നത്. ഏട്ടത്തി ഒരു പ്രശ്നമുണ്ട് ഏട്ടത്തി. എന്ത് പ്രശ്നം? അതെ, നവ്യയെ കാണാൻ വേണ്ടി കനകം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അതിനെന്നെ കുഴപ്പം? അവൾ പോട്ടെ, അവളുടെ അമ്മയല്ലേ, സംസാരിക്കണത് സംസാരിക്കട്ടെ. അതല്ല ഏട്ടത്തി, അഭിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം നവ്യയോട് തുറന്നു പറയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ശരി, പറയണമെങ്കിൽ പറയട്ടെ എന്നേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇവനെ കൊല്ലുന്നെങ്കിൽ അവളുടെ കൈവച്ച് അങ്ങോട്ട് കൊല്ലട്ടെ, അതായിരിക്കും നല്ലത്. ഇവനെ പോലുള്ള ക്രൂരമൃഗങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയാണ്. പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ ജ്വല്ലറിയിൽ എൻ ജ്വല്ലറിയും പോട്ടെ, ഒരു ജ്വല്ലറിയിലും ഇവൻ ജോലിക്ക് കയറാൻ പാടില്ലെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലുള്ള പ്രവർത്തികളാണ് ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ ജ്വല്ലറിയിൽ മാനേജറായിട്ട് ഇവൻ ജോലിക്ക് പോകാൻ പോകുന്നു. ഇവന് എന്ത് യോഗ്യതയുണ്ട് മാനേജറായിട്ടൊക്കെ ജോലി ചെയ്യാനായിട്ട്? മൂർത്തീസ് കമ്പനിയിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഇവൻ്റെ ഗുണമൊക്കെ ഞങ്ങൾ അറിഞ്ഞതാണ്. ജ്വല്ലറിക്കാർ ഇവനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. നവ്യ കാരണം ഇവന് ജോലി കിട്ടാൻ പോകുന്നു. ഇതെല്ലാം ഞങ്ങൾ കണ്ടും കേട്ടൊക്കെ മിണ്ടാണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഏട്ടത്തി അങ്ങനെ പറയരുത് ഏട്ടത്തി. കാരണം നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമല്ല. അല്ലെങ്കിലും ആരെങ്കിലും സത്യങ്ങൾ പറയണ്ടേ? ഞങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴൊക്കെ നവ്യയെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ ആലോചിച്ചാൽ മിണ്ടാണ്ടിരുന്നത്. പക്ഷേ ഇപ്പതേ നവ്യയുടെ അമ്മ തന്നെ സത്യങ്ങളെല്ലാം പറയാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയട്ടെ എന്നേ സത്യങ്ങൾ മുഴുവനും. നിങ്ങൾ എന്തിനാണ് അതിൽ ഇടങ്കോലിടുന്നത് എന്നൊക്കെ ചോദിക്കണം. അതല്ല ഏട്ടത്തി, ചിലപ്പോൾ നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞ് അവളുടെ സ്വഭാവം അറിയാലോ, അവൾ ആ കുഞ്ഞിനെയും കൊന്നിട്ട് അവളും മരിച്ചാലോ എന്ന് പറയും. അപ്പോൾ കുഞ്ഞിനെ കൊല്ലും എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ആകെ ഒന്ന് ഞെട്ടുകയാണ്. അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ആര് പറഞ്ഞു ഏട്ടത്തി? അവൾ അങ്ങനെ ചെയ്യും. അവൾ ഈ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകട്ടത്തി. അനുഭവിക്കാനുള്ളത് മുഴുവനും നിങ്ങൾ അനുഭവിച്ചോ? നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾ മാറി ഇന്ന് വേറൊരു പ്രവൃത്തി ചെയ്യും. എന്താ? ഇതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ നിങ്ങളുടെ വിചാരം?
പക്ഷേ അതാണ് നിങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴണം. നവ്യ സത്യങ്ങൾ അറിയണം. ഇനിയും അത് മൂടിക്കെട്ടി വെക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ദേവയാനി പോയി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എന്തൊരു സ്ത്രീയാണ് ഇവര്, ദുഷ്ട സ്ത്രീ. അവർക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇല്ലടാ. നിന്റെ ജീവിതം തകർന്ന് കാണണം തന്നെയാണ് അവരുടെ ആഗ്രഹം. അവരുടെ മോനിപ്പോൾ മൂർത്തീസ് കമ്പനിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണല്ലോ. അതിൻ്റെ ഇതൊക്കെയാണ് ചുടിപ്പൊക്കെയാണ് ഇവരെ കാണിച്ചു കൂട്ടുന്നത്. ഇവരോട് പറയാൻ പോയ നമ്മളെ വേണം തല്ലാനായിട്ട്. എൻ്റെ ദൈവമേ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എടാ നിന്റെ ജോലി തെറിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ജോലി തെറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലടാ എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ കനകത്തെ കാണിക്കുകയാണ്. അപ്പോൾ കനകത്തോട് ചോദിക്കണം, എന്താ മാം എന്ന് മിണ്ടാത്തത്? അമ്മ പറ, സത്യങ്ങൾ മുഴുവനും പറ എന്ന് പറഞ്ഞപ്പോഴേക്കും പറയാം. അതെ, ഈ ചന്തുമോൾ ആരുടെ മോളാണെന്ന് നിനക്കറിയാവോ? അത് വേറെ ആരുടെയല്ല, നിന്റെ ഭർത്താവായ അബിയുടെ മകളാണ് ചന്തുമോൾ. ഇതിവിടെ നിർത്തമ്മേ, നിർത്ത്. ഇങ്ങനെയൊക്കെ അമ്മേ പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞങ്ങളുടെ കുടുംബം കലക്കാൻ നോക്കുമെന്നും ഞങ്ങളുടെ ജീവൻ തകർക്കാൻ നോക്കുമെന്നൊക്കെ ഞാൻ മുൻകൂട്ടി അറിഞ്ഞ കാര്യം തന്നെയാണ്. ആരടി ആ കാര്യം പറഞ്ഞത്? ഈ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞ ആരാ? നിന്റെ അമ്മായിയമ്മയും നിന്റെ ഭർത്താവും അല്ലേ? വേറെ ആരും അല്ലല്ലോ നിന്നോട് മുൻകൂട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എങ്കിലേ അവർ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അമ്മ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ. എൻ്റെ കുടുംബജീവിതം തകർത്തിട്ട് അമ്മയ്ക്ക് എന്താണ് കിട്ടുന്നത് അമ്മേ? അമ്മയ്ക്ക് ഞങ്ങളോടൊന്നും ഒരു അല്പം സ്നേഹമൊന്നുമില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കനകത്തിന് ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ്. മോളെ, നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്നോ? നിന്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി നടക്കുകയാണ് ഞാനെന്നോ? നിന്റെ നല്ലതിന് മാത്രമേ ഞാൻ ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷെ അബിയെ പോലൊരു ദുഷ്ടൻ ഓരോ ദിവസം കഴിയും തോറും വളർച്ചയിലേക്ക് പോകുമ്പോൾ എനിക്കത് സഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? അബിയുടെ സ്വഭാവമൊക്കെ മാറി നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ്. അബിയെ ചേർത്ത് പിടിച്ചവളാണ് ഞാൻ. പിന്നീട് ആദർശ് ഒരു പെണ്ണിനെ ചതിച്ചുവെന്നും അവനൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ ആദർശിനെ വെറുത്തു, ആദർശിനെ മാറ്റി നിർത്തി. പക്ഷേ പിന്നീടാണ് സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞത്. ആദർശല്ല ചന്തുമോളുടെ അച്ഛൻ, അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവനെ വെറുക്കാനേ സാധിച്ചിട്ടുള്ളൂ. ആദർശിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി എന്ന് പറയണം. അല്ലെങ്കിലും അമ്മയ്ക്കുടെ ആദർശ മോനല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണോ ഞാൻ ആദ്യം പെരുമാറിക്കൊണ്ടിരുന്നത്? അല്ലല്ലോ, നിനക്ക് തന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്നോടൊരു പ്രാവശ്യം ഞാൻ പറയാനായിട്ട് ഒരുങ്ങി അങ്ങോട്ട് വന്നതാ. പക്ഷേ നീ അത് ആലോചിക്കുന്നുണ്ടോ? അന്നും എന്നെ തടഞ്ഞത് ആരാണ്? അവിടെ ദേവയാനിയാണ് എന്നെ തടഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അത് നിന്നോടുള്ള എല്ലാവരുടെയും കരുതൽ കൊണ്ട് തന്നെയാണ്. നീ എന്തെങ്കിലും ചെയ്യോ, സത്യങ്ങൾ അറിഞ്ഞു നീ ആത്മഹത്യ ചെയ്യോ എന്നൊക്കെ പേടിച്ചിട്ടാണ് എല്ലാവരും സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത്. പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും നിന്റെ ഭർത്താവിന് അഹങ്കാരം കൂടി വരികയാണ്. മൂർത്തീസ് കമ്പനിയെ തകർക്കാനാണ് അവൻ നോക്കുന്നത്. നിന്നോടൊരല്പം പോലും സ്നേഹം നിന്റെ ഭർത്താവിന് ഇല്ല മോളെ. ഞാൻ പറയുന്നത് മുഴുവനും സത്യം തന്നെയാണ്. നീ എവിടെ വേണമെങ്കിലും പോയി ടെസ്റ്റ് ചെയ്തോ. പക്ഷേ നിന്റെ അബി തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയുക തന്നെ ചെയ്യും. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യം തന്നെയാണ്. നിന്റെ അബിയും പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം. കാരണം പല പ്രാവശ്യം അനന്തമൂർത്തീസ് കമ്പനിയിലൊക്കെ തല കുനിച്ച് നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? അവൻ എന്തെങ്കിലും എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം നിന്നോട് പറയുന്നുള്ളൊരു പേടി കൊണ്ടാ നിന്റെ മുന്നിലൊക്കെ പഞ്ചപുച്ഛ മടക്കി അവൻ നിൽക്കുന്നത്. നീ ഇനി മോളെ ടെസ്റ്റ് ചെയ്യും മോളെ. നീ പോയി എവിടെ വേണമെങ്കിലും DNA ടെസ്റ്റ് നടത്ത്. അപ്പോൾ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ആദർശ് നയനയും നിന്നെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിനക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. നീ സത്യങ്ങൾ അറിയാൻ പാടില്ലെന്ന് മാത്രമേ അവർ എന്നോട് ഈ ഒരു നിമിഷം പോലും പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പിന്നീട് എനിക്കത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല, അവൻ്റെ അഹങ്കാരം കാണുമ്പോൾ. അതുകൊണ്ടാണ് നിന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്. അവൻ നിനക്കറിയ ഒരു കാര്യം, ആ അനഘ എന്ന് പറഞ്ഞ പെണ്ണിനെ സത്യങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടി കഴുത്തിനരിച്ച് കൊല്ലാൻ ശ്രമിച്ചവനാണ് അവൻ. എന്നിട്ട് അതും പാവം ആദർശിൻ്റെ തലയിലായി. നീ വേണമെങ്കിൽ അവരോട് പോയി ചോദിക്കുക, അവനെ കൊണ്ട് നീ സത്യം പറയിപ്പിക്കുക. അവൻ നിന്റെ മുന്നിൽ കിടന്ന് അടി പതറും, കൈകാല് വിറക്കും. അങ്ങനെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ
പിന്നീട് നവ്യയൊക്കെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. നവ്യയുടെയും കണ്ണുകളൊക്കെ നിറയുക. നവ്യാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും നയനയും ആദർശും കൂടി അവിടെ എത്തിക്കഴിഞ്ഞു. നയനെ ആദർശം പേടിച്ചു പോയി. എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തായി അമ്മേ കാര്യങ്ങളെല്ലാം, ചേച്ചി വന്നായിരുന്നെന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ മോൾ അങ്ങോട്ട് പോയി, നിന്റെ ചേച്ചിയില്ലേ നവ്യ, ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി, അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു, അവളോട് സത്യങ്ങളെല്ലാം എനിക്ക് പറയേണ്ടി വന്നു എന്നൊക്കെ ഇവരോട് തുറന്നടിച്ച് പറയുക. ഇത് കേട്ട് നയനയും ആദർശും ആകെ ഞെട്ടി നിൽക്കുക. ഇതേ സമയം തന്നെ നമ്മുടെ ജലജയെയും അഭിയെയും കാണിക്കുകയാണ്. ദൈവം അവൾ ഇതുവരെയും വന്നില്ലല്ലോ, സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അമ്മേ, സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഷൂ ദൈവമേ, അവർ എന്തൊരു മനുഷ്യ സ്ത്രീയാണ്, സ്വന്തം മോളുടെ ജീവിതം പോലും നോക്കാതെയാണ് അവൾ സത്യങ്ങളെല്ലാം പറയാനായിട്ട് ഒരുങ്ങിയത്. ദൈവം ഇനി അവളെ വരുമ്പോൾ എന്തായിരിക്കും ഗതിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നവ്യ കാറിൽ വന്നിറങ്ങുന്ന സീൻ കാണിക്കുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.